സാധാരണയായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ എന്നത് 1 സ്റ്റേറ്റ് ആണ്. എന്നാൽ ഒന്നിലധികം സ്റ്റേറ്റുകളിൽ പ്രവർത്തന മേഖലയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ഇതാണ് ദി ഏരിയ ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി ഈസ് മോർ ദാൻ 1 സ്റ്റേറ്റ് കാൾഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് ഒന്നിലധികം സ്റ്റേറ്റുകളിൽ പ്രവർത്തന മേഖലയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നു. ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കൺട്രോൾ എന്ന് പറയുന്നത് സെൻട്രൽ രജിസ്ട്രാർക്കാണ്. സെൻട്രൽ രജിസ്ട്രാറുടെ കൺട്രോളിൽ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ഇതാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് ദി ഏരിയ ഓപ്പറേഷൻ ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മോർ ദാൻ 1 സ്റ്റേറ്റ്. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തന മേഖലയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള സൊസൈറ്റികളുടെ കൺട്രോൾ എന്ന് പറയുന്നത് ദീസ് സൊസൈറ്റീസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ രജിസ്ട്രാർ. സെൻട്രൽ രജിസ്ട്രാറുടെ കൺട്രോളിലാണ് ഈ സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സൊസൈറ്റികൾ രൂപീകരിക്കുന്നത് മിനിമം മെമ്പേഴ്സ് എന്ന് പറയപ്പെടുന്നത് 50 persons ഓർ 5 സൊസൈറ്റീസ് നോട്ട് രജിസ്റ്റേർഡ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. എന്താണ്? മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കണമെങ്കിൽ മിനിമം 50 persons ഓർ 5 സൊസൈറ്റീസ് രജിസ്റ്റേർഡ് മോർ ദാൻ 1 സ്റ്റേറ്റ്. അതായത് ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മിനിമം 50 വ്യക്തികൾ, ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ 5 സൊസൈറ്റികൾ, ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 സൊസൈറ്റികൾ ഉണ്ടായിരിക്കണം. ഇതെന്താണ്? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ്സ് എന്താണ്? 50 persons ഓർ 5 സൊസൈറ്റീസ് നോട്ട് രജിസ്റ്റേർഡ് ഇൻ ദി സെയിം സ്റ്റേറ്റ്. അതായത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 സൊസൈറ്റികൾ അല്ലെങ്കിൽ 50 വ്യക്തികളാണ് ഈ സൊസൈറ്റികൾ, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വേണ്ടുന്ന മിനിമം മെമ്പേഴ്സ് എന്ന് പറയപ്പെടുന്നത്. ദീസ് സൊസൈറ്റീസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ രജിസ്ട്രാർ. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ചിരിക്കുന്നതാണെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആക്ട് ആണ് മൾട്ടി യൂണിറ്റ് ആക്ട് 1942. ഇതാണ് മൾട്ടി യൂണിറ്റ് ആക്ട് 1942 ആണ് പിന്നീട് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? മൾട്ടി യൂണിറ്റ് ആക്ട് 1942 ആണ് ഉണ്ടായിരുന്നത്. ഇതാണ് പിന്നീടാണെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിട്ട് മാറുന്നു. 16/9/1984 ആണ് ദി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. 16/9/1984. അതായത് 1984 സെപ്റ്റംബർ 16 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വീണ്ടും ഈ ആക്ട് അമെൻഡ് ചെയ്യപ്പെടുന്നു. 19/8/2002 ഈ ആക്ട് അമെൻഡ് ചെയ്യുന്നു. എന്താണ്? ആദ്യം മൾട്ടി യൂണിറ്റ് ആക്ട് 1942. ഈ മൾട്ടി യൂണിറ്റ് ആക്ട് വീണ്ടും അമെൻഡ് ചെയ്ത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആക്കി മാറുന്നത് 16/9/1984. ഡേറ്റ് മറന്നുപോലെ 16/9/1984 മൾട്ടി യൂണിറ്റ് ആക്ട് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിട്ട് മാറുന്നു. വീണ്ടും 19/8/2002 വീണ്ടും ഈ ആക്ട് അമെൻഡ് ചെയ്യപ്പെടുന്നു. ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 1 സ്റ്റേറ്റ് ആണ്. ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവിന് ഉദാഹരണമാണ് കോമാർക്ക്, അതുപോലെ കാംകോ എക്സെട്ര എക്സാമ്പിൾസ്. ഇതാണ് കാംകോ. കാംകോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ? ഇതാണ് CAMPCO. കാംകോ എന്ന് പറഞ്ഞാൽ ദി സെൻട്രൽ അരക്കനട്ട് ആൻഡ് കൊക്കോ
മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ്. ഇതാണ് കാംകോ എന്ന് പറഞ്ഞാൽ. ദി സെൻട്രൽ അരക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് കാംകോ. കാംകോയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കേരളവും കർണാടകയുമാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് മാംഗ്ലൂർ ഇൻ കർണാടകയാണ്. കർണാടകയിലെ മംഗലാപുരം അല്ലെങ്കിൽ മാംഗ്ലൂർ ആണ് കാംകോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. എന്താണ് കാംകോ എന്ന് പറഞ്ഞാൽ? ദി സെൻട്രൽ അരക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. രജിസ്റ്റേർഡ് എന്നാണ് 11/7/1973 കാംകോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാംകോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി സെൻട്രൽ അരക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഫോംഡ് 11/7/1973. ഹെഡ്ക്വാർട്ടേഴ്സ് മാംഗ്ലൂർ ഇൻ കർണാടക. ഏരിയ ഓപ്പറേഷൻ കേരള, കർണാടക. ഇതിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് എന്ന് പറയുന്ന കാംകോയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ആണ് വാരണാസി സുബ്ബരായ ഭട്ട്. ആരാണ് ഫൗണ്ടർ പ്രസിഡന്റ് ഓഫ് കാംകോ? വാരണാസി സുബ്ബരായ ഭട്ട്. ഫൗണ്ടർ പ്രസിഡന്റ് ഓഫ് കാംകോയാണ് വാരണാസി സുബ്ബരായ ഭട്ട്. പൂജാനിധി പുത്തൂർ ചോക്ലേറ്റ് ഫാക്ടറി റിലേറ്റ്സ് കാംകോ. ഇതൊക്കെയാണ് പൂജാനിധി പുത്തൂർ ചോക്ലേറ്റ് ഫാക്ടറി റിലേറ്റ്സ് കാംകോ. അതുപോലെ കോമാർക്ക്. കോമാർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോഫി മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് കോമാർക്ക്. ഏരിയ ഓപ്പറേഷൻ പറയുന്നത് കേരള, തമിഴ്നാട്, കർണാടകയാണ്. എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് 1992. കോമാർക്ക് ഇന്ത്യൻ കോഫി മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് കോമാർക്ക്. ഫോംഡ് 1992. ഇതിന്റെ ഏരിയ ഓപ്പറേഷൻ കേരള, തമിഴ്നാട്, കർണാടക. ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹസൻ ഇൻ കർണാടകയാണ്. കോമാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹസൻ ഇൻ കർണാടക. ഇതിലും കാംകോ അതുപോലെ കോമാർക്ക് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ്. ഏതിന് എക്സാമ്പിൾ ആണ്? മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മോർ ദാൻ വൺ സ്റ്റേറ്റ്. ഒന്നിലധികം സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ദീസ് സൊസൈറ്റീസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ രജിസ്ട്രാർ. ഈ സൊസൈറ്റികളുടെ നിയന്ത്രണം സെൻട്രൽ രജിസ്ട്രാറുടെ കൺട്രോളിൽ വരുന്ന സൊസൈറ്റികളാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന സൊസൈറ്റികളാണ്. ഇത് രൂപീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ചിരിക്കുന്നത്. മിനിമം ഇതിന് വേണ്ടുന്നതെന്ന് പറയുന്നത് 5 സൊസൈറ്റീസ് നോട്ട് രജിസ്റ്റേർഡ് ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓർ 50 ഇൻഡിവിജ്വൽസ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരൊക്കെയാണ്? എത്ര പേരാണ്? 50 persons ഓർ 5 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് മോർ ദാൻ വൺ സ്റ്റേറ്റ്. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 സൊസൈറ്റികൾ അല്ലെങ്കിൽ 50 വ്യക്തികളാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടുന്നത്. ഇതിന്റെ പ്രവർത്തന മേഖല ഒന്നിലധികം സംസ്ഥാനങ്ങളാണ്. ഇതിന്റെ കൺട്രോൾ സെൻട്രൽ രജിസ്ട്രാർക്കാണ്. ഈ മൾട്ടി സ്റ്റേറ്റ് ഉദാഹരണങ്ങളാണ് എന്തൊക്കെ പറഞ്ഞത്? കാംകോ, അതുപോലെ കോമാർക്ക് എക്സെട്ര ആർ ദ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇന്നാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 40-ലധികം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഉള്ളത്. ഇപ്പൊ മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ ഇങ്ങനെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്.